ചിങ്കു ആൻമിയുടെ ഇന്നത്തെ വീഡിയോയിലെ നല്ലൊരു തലപ്പാകട്ടി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു സ്റ്റൈൽ ബിരിയാണി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കൈമ റൈസ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ്, അതായത് 250 ml കപ്പിൽ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നല്ല പോലെ ഇതിനെ വെള്ളത്തിൽ നമുക്കൊന്ന് 30 മിനിറ്റോളം കഴുകി ക്ലീൻ ആക്കിയിട്ട് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കൈപ്പിടിയോളം ചെറുള്ളി, ഒരു 1/2 കപ്പ് എടുത്തോ. അതുപോലെ തന്നെ വെളുത്തുള്ളി, അത് നമ്മൾ ഒരു പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പം മല്ലിയില ഒരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില അത്ര തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കറിയാം, ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്താൽ ഇതേപോലെ നല്ല ഫൈനായിട്ട് കിട്ടും. പിന്നെ കുറച്ച് മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്പ് ആയിട്ടുള്ള സ്പൈസസും, പിന്നെ ജാതിപത്രിയുടെ റെഡ് കളർ ആയിട്ടുള്ളത്, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്ക, ഇനി ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ നമുക്ക് ഇനി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ നൈസായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവോളയുടെ കളറ് ഒക്കെ ഒന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാത്രമല്ല, ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടണ വരെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ റൈസിന് ഈ ഒരു പച്ചമണം ആകുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ ആ പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ഗരം മസാല, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചുള്ള ഗരം മസാലയാണ്, അതൊരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ആ ചിക്കനും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും. അങ്ങനെ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ആ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നല്ല കേടില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൂടി ചേർത്ത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പുതിനയിലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി അരച്ച് ചേർത്തത് കൊണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒരു 3 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം ഇതിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ റൈസിലേക്ക് കൂടി പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഉണ്ടല്ലോ, നമുക്ക് റൈസ് നമ്മൾ നേരത്തെ കുതിർത്തൊക്കെ വെച്ചുള്ള റൈസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു പകുതി വെന്തൊക്കെ വരുമ്പോൾ
ഈ ഒരു സമയത്ത് നമുക്ക് വാഴയില ഉണ്ടെങ്കിൽ വാഴയില ചേർക്കാം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ല നമ്മുടെ തലപ്പാകട്ടി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധാരണ കേരള സ്റ്റൈൽ ബിരിയാണി അല്ല, ഇത് ദിണ്ടിഗൽ ടൈപ്പ് തലപ്പാക്കട്ടി തമിഴ്നാടുകാരുടെ ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ അതായത് നമ്മൾ ഈ റൈസൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ അത് നമുക്ക് നല്ല പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചെയ്യട്ടെ. അപ്പോൾ ഒരിക്കലും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് ഇതേ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ ആ റൈസും എല്ലാതും നല്ല പോലെ തന്നെ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ബിരിയാണി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.